കുഞ്ഞു മിയ മരിയയ്ക്കായി കൈകോർത്ത മലയാളികൾ. സ്പൈനൽ മസ്കുലർ അട്രോഫി ടൈപ്പ് 1 എന്ന അപൂർവ രോഗം സ്ഥിരീകരിച്ച മിയയുടെ ചികിത്സയ്ക്കായി വേണ്ട 16.5 കോടി സമാഹരിച്ചു. സേവ് ബേബി മിയ ക്യാമ്പയിന് വേണ്ടി രൂപീകരിച്ച സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെയാണ് ഈ വിവരം പുറത്തുവിട്ടത്. മലയാളത്തിന്റെ ഒരുമയുടെ മനോഹരമായൊരു കാഴ്ച. ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ എല്ലാം മാറ്റിവെച്ച് ഒരുമിച്ചിറങ്ങിയതിന്റെ ഫലമാണ് ഈ നേട്ടം. ആ വാർത്തയിലേക്ക്. സേവ് ബേബി മിയ എന്ന ക്യാമ്പയിനിലൂടെയാണ് മലയാളികൾ ഈ 6 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞു പൈതലിനെ ചേർത്തു പിടിച്ചത്. അവളുടെ ചിരി മായാതിരിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഓരോരുത്തരും കൈകോർത്തു പിടിച്ചു. ഇന്നിതാ ഈ ചിരി എന്നും നിലനിർത്താൻ വേണ്ട തുക അക്കൗണ്ടിലെത്തിയിരിക്കുന്നു. 16.5 കോടി രൂപയാണ് കഴിഞ്ഞ 3 ദിവസം കൊണ്ട് സമാഹരിച്ചത്. ജനങ്ങൾ നൽകിയ പിന്തുണയിൽ നന്ദി പറയുകയാണ് മേയുടെ കുടുംബവും ക്യാമ്പയിനിൽ പ്രവർത്തിച്ചവരും. It's 16.5 crores, you guys. This is our win. Every single person who contributed, who shared, who helped spread the word, made this happen together. So this video is a thank you video on behalf of their family as well. മൂവാറ്റുപുഴ സ്വദേശിയായ ജിനുവിന്റെയും ഇരിങ്ങാലക്കുട സ്വദേശിയായ നിമ്മിയുടെയും മകളായ മേക്ക് 1 മാസം മുൻപാണ് പേശികളെ ബാധിക്കുന്ന ഗുരുതര ജനിതക രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി ടൈപ്പ് 1 സ്ഥിരീകരിക്കുന്നത്. പിന്നീട് പഞ്ചായത്ത് പ്രതിനിധികൾ ചേർന്ന ചികിത്സാ സഹായനിധി രൂപീകരിച്ച പണം കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി. ആ ശ്രമം പിന്നീട് ഒരു നാട് മുഴുവൻ ഏറ്റെടുത്തതോടെയാണ് ധനസമാഹരണം വിജയം കണ്ടത്. ഇനി വിദേശത്ത് നിന്ന് 16.5 കോടി രൂപയുടെ മരുന്ന് ഉടനെത്തിച്ച ജീൻ തെറാപ്പിയിലൂടെ ഈ കുഞ്ഞു ചിരിക്ക് പുതുജീവനേകാൻ കഴിയും. കൈരളി ന്യൂസ്, കൊച്ചി.